ഇനി എൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെയില്ലേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. എന്തെന്നാൽ വിശുദ്ധി കൂടാതെ അവിടുത്തെ ദർശിക്കുവാനോ വിശ്വാസമില്ലാതെ അവിടുത്തെ പ്രസാദിപ്പിക്കുവാനോ കഴിയുകയില്ല. പൂർണ്ണമായും ഈശോയിലേക്ക് ഈ നിമിഷം, ഈ ആരാധന നിമിഷത്തിലേക്ക് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുമ്പോൾ ഈശോ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ 7-ാം തിരുവചനത്തിലൂടെ കർത്താവ് ഓരോ മക്കളോടും ചോദിക്കുന്നു, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ എന്ന്. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, അതിനെ കീഴടക്കണം. പൂർണ്ണമായും ഈ നിമിഷം തമ്പുരാനിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ വീണ്ടും സംഖ്യയുടെ പുസ്തകം 32-ാം അധ്യായം 23-ാം തിരുവചനത്തിലൂടെ ഈശോ പ്രകാരം പറയുന്നു, അങ്ങനെ നീ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും. നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. നാം ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് പാപമാണ് പ്രിയപ്പെട്ടവര്. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതും അതുപോലെ തന്നെ വലിയ പാപമാണ്. ആകയാൽ 1 തിമോത്തി 5-ാം അധ്യായം 8-ാം തിരുവചന പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എങ്കിൽ അവൻ വിശ്വാസം തെറ്റിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. ഹൃദയവിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളായിരിക്കുന്ന ഓരോ മക്കളുടെയും വിശുദ്ധിക്ക് വേണ്ടി നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് ഇന്ന് ഈ നിമിഷം നമ്മോട് കൂടെയായിരിക്കുന്നത്. നിന്റെ സങ്കടങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, നിന്റെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട്, നിന്റെ നൊമ്പരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിന്നെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവം നിന്നൊരിക്കലും കൈവിടുകയില്ല. ഭയപ്പെടേണ്ട,